വീട്ടമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ഇടിയഞ്ചക്ക തോരൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് പ്ലാവിലൊന്ന് പോയി നോക്കാം. കഴിഞ്ഞ ദിവസം ഒരു ചക്ക ഞങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ചക്ക ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അധികം മൂക്കാത്ത ചക്കയാണ്. ഇതിനാണ് ഇടിയൻ ചക്ക. പല നാടുകളിലും പല പേരുകളിലാണ് പറയുന്നത്. ഇടിച്ചക്ക എന്നൊക്കെ പറയും. ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കാന്താരി മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കടുക്, ഉഴുന്നുപരിപ്പ്, വെളിച്ചെണ്ണ, വേവിക്കാനുള്ള വെള്ളം, കറിവേപ്പില, വറ്റൽമുളക്. അപ്പോൾ നമുക്ക് ആദ്യം ചക്ക മുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചക്ക നന്നാക്കി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ചക്കയുടെ ഈ പശ നമ്മുടെ കയ്യിലും കത്തിയുമൊക്കെ ആവാതിരിക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ ഇതേപോലെ ആക്കി കൊടുക്കുക. കയ്യിലും അപ്പോൾ പിന്നെ പശ കയ്യിലാവില്ല. ഇനി നമുക്ക് ചക്കയിലും ഇതേപോലെ തന്നെ വെളിച്ചെണ്ണ ഉരുട്ടി കൊടുക്കാം, ഇതിൻ്റെ പശയൊക്കെ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ചക്ക മുഴുവനും പശ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുള്ള് കളഞ്ഞെടുക്കണം. ഇതിൻ്റെ മുള്ള് മാത്രം കളഞ്ഞാൽ മതി. ഈ ഭാഗമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ട് ഈ വലിപ്പം ആക്കി എടുക്കാം.
അപ്പോൾ നമ്മൾ ചക്ക മുണ്ട് കളഞ്ഞ് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതിന് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇത് എരിവിനായിട്ട് ചേർക്കുന്നതല്ല, അല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവിന് നമ്മൾ കാന്താരി മുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ഒരു എരിവാണ് ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതിൽ നികക്കെ വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് തീ കൊടുക്കാം. നമുക്കിത് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അമ്മിക്കല്ലിൽ വെച്ച് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് തോരനായിട്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് ഈ തേങ്ങയും കാന്താരിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഒന്ന് ഒതുക്കിയെടുക്കാം, അധികം അരയ്ക്കണ്ട. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ ചക്ക ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഈ പാകം മതി. ചതയന ഇങ്ങനെ കിട്ടണം. അധികം ചതഞ്ഞ് അരഞ്ഞ് പോകണ്ട. ഇതുപോലെ ഇതാണ്. ഇപ്പം നമ്മുടെ ഇടിച്ചക്ക മുഴുവനും നമ്മൾ ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പാകപ്പെടുത്തി എടുക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റവ് കത്തിക്കാം. അപ്പോൾ നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക്, 1 സ്പൂൺ ഉഴുന്നുപരിപ്പ്, 4 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൂട്ടിയിട്ട് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കാം.
ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർത്ത് കുറേശ്ശെ ഇട്ട് ഒന്ന് ഇളക്കി. ഇളക്കി യോജിപ്പിക്കാം. നമ്മളിപ്പോൾ ഇതിൽ അല്പം ഉപ്പ് ചേർത്താണ് വേവിച്ചിരുന്നത്. ഇപ്പോൾ തേങ്ങയൊക്കെ ചേർത്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ പോരായ്കയുണ്ട്. അപ്പോൾ ഞാൻ അല്പം കൂടി ഉപ്പ് ചേർക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ഇളക്കിക്കൊള്ളു. ഈ ചക്കത്തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, 4 മണിക്ക് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നോക്കി ഒന്നും കൂടി ഇളക്കിയിടാം. നമ്മൾ ചെറിയ തീയിലാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ചക്ക ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 തണ്ട് വേപ്പില, കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഇനി നമുക്കിതൊരു 2 മിനിറ്റ് കൂടി മൂടി വയ്ക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് തുറക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാനിനി തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താണ്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.